വെൽക്കം ടു ഓട്ടോസ്റ്റാർക്ക് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ എന്നുള്ളത് ഓട്ടോസ്റ്റാർക്കിൻ്റെ കൊച്ചി ഫെസിലിറ്റിയിലാണ്. ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതുപോലത്തെ വേരിയൻ വെഹിക്കിൾസ് മറ്റു പല ബ്രാൻഡുകളും ഇറക്കാറുണ്ട്. എക്സാമ്പിൾ ടാറ്റയ്ക്ക് റെഡ് ഡാർക്ക് എഡിഷൻ ഉണ്ട്, ഡാർക്ക് എഡിഷൻ ഉണ്ട്, അങ്ങനെ പല പേഴ്സോണ ബേസ്ഡ് ഉള്ള വെഹിക്കിൾസ് വരുന്നുണ്ട്. പക്ഷേ ഈ ടോട്ട പോലുള്ള ബ്രാൻഡുകളൊന്നും അങ്ങനത്തെ പേഴ്സോണ ബേസ്ഡ് വെഹിക്കിൾസ് ഒന്നും ഇറക്കുന്നില്ല. അപ്പോൾ ഒരു കസ്റ്റമറുടെ ഒരു ആഗ്രഹം, കാസർഗോഡ് നിന്നുള്ള കസ്റ്റമറാണ്, പുള്ളിക്കൊരു സ്പെസിഫിക് പേഴ്സോണ ബേസ്ഡ് ഒരു വെഹിക്കിൾ വേണമെന്നുള്ള. പുറത്തുനിന്ന് ബീസ്റ്റ് ആയിരിക്കണം, അകത്തുനിന്ന് ഒരു കുറച്ച് കളർഫുൾ ആയിരിക്കണം. സോ ലെറ്റ്സ് സീ റെഡ് ഡാർക്ക് ലെജൻഡർ. ഇതിൻ്റെ ഒറിജിനൽ കളർ വരുന്നത് വൈറ്റ് ആൻഡ് മാറ്റ് ടോപ്പാണ്. ഇത് ഫുള്ള് നമ്മൾ ബ്ലാക്കിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ക്രോം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ എലമെൻസും ബ്ലാക്കിലോട്ടാണ് മാറ്റിയിട്ടുള്ളത്. വീല് ഇത് തന്നെ പിയാനോ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. കാലിപ്പർ ആ റെഡിൻ്റെ കോമ്പിനേഷനിലുള്ള റെഡ് കളർ ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ്. പുറത്തുനിന്ന് വേറെ കളറൊന്നും ഇല്ലെങ്കിലും അകത്തുള്ള ഈ റെഡ് കോമ്പിനേഷൻ ടാറ്റയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കോമ്പിനേഷനാണ്. സെയിം തന്നെ ഡോർ പാഡിലും സീറ്റ്സിലും പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ കുറച്ച് ഏരിയ സ്റ്റിച്ചിങ്ങിലെല്ലാം റെഡ് കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വേറെ ഹൈഡ്രോഡിപ്പിംഗ് എക്സ്ട്രാ ചെയ്തിട്ടില്ല, പക്ഷേ ഇത് ഗ്ലോ ഉള്ളതാണ്. RGB പാനൽസാണ് ഉള്ളത്. ഇൻറ്റീരിയർ ഫുള്ള് നമ്മൾ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ ആ സ്റ്റിച്ചിങ്ങിലും റെഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആകെ ഒരു സിൽവർ പോർഷൻ മാത്രമുള്ളത് ഗിയറിൽ നോബിൻ്റെ അവിടെ പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ ഇവിടെയാണ്. നോർമലി വരുന്ന എല്ലാ ലെജൻഡറിലും ഈ ഒരു പീസ് വരുന്നത് ലൈറ്റ് കളറായിരിക്കും. ഇതും റൂഫെല്ലാം ലൈറ്റ് കളറിലാണ് വരിക. ഡാഷ്ബോർഡ് മാത്രം ബ്ലാക്ക് ഉണ്ടാവുള്ളൂ. ഇതും നമ്മളൊരു ഡാർക്ക് എഡിഷൻ്റെ ഭാഗമായിട്ട് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. റിയർ സീറ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന റിക്വയർമെൻറ്റ് വരുന്ന ഒരു കാര്യമാണ് ബക്കറ്റ് സീറ്റ് ചെയ്യുക. പക്ഷേ ഇതിനകത്ത് നമ്മൾ ബക്കറ്റ് സീറ്റ് ചെയ്തിട്ടില്ല. സെയിം ആ ഒരു കളർ കോമ്പിനേഷനിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ റിക്വയർമെൻ്റ് ആയിരുന്നു ഈ ബെഞ്ച് സീറ്റ് അങ്ങനെ തന്നെ വേണമെന്നുള്ളത്. അല്ലാത്തവർക്ക് റിയർ സീറ്റ് നമുക്കൊരു ക്യാപ്റ്റൻ സീറ്റ് പോലെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എൻറ്റയർ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനാണ്. 3D മാറ്റ്സ് ചെയ്തിട്ടുണ്ട്. ഡോർ ഡാമ്പിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മ്യൂസിക് സിസ്റ്റം പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്തില്ലെങ്കിലും അതിൻ്റെ ഒരു ക്വാളിറ്റി കൂട്ടാനും പുറത്തുനിന്നുള്ള നോയ്സ് റെഡ്യൂസ് ചെയ്യാനും നമ്മൾ ഫുൾ ഒരു ഡാമ്പിങ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഓട്ടോസ്റ്റാർക്കിലെ റെഡ് ഡാർക്ക് എഡിഷൻ ലെജൻഡറിൻ്റെ വിശേഷങ്ങൾ. ഇതുപോലത്തെ പല പേഴ്സണും നമുക്ക് ട്രൈ ചെയ്യാനായിട്ട് പറ്റും. റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ മാത്രമല്ല, ഇതുപോലെ കുറേ കളർ സാമ്പിൾസും ലെതർ സാമ്പിൾസും കോമ്പിനേഷൻ നമ്മളിവിടെ പ്ലേസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കളർ ഓപ്ഷൻ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്ടോസ്റ്റാർക്കിനെ ഉറപ്പായിട്ടും സമീപിക്കുക. ഓട്ടോസ്റ്റാർക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലാം ഫോളോ ചെയ്യാൻ മറക്കരുത്. ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വണ്ടിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.